ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ 2025 നീറ്റ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫിസിക്സ് എല്ലാവർക്കും എവിടെ പിടിക്കണം, എവിടെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനൊക്കെ പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്. അതിൽ നോക്കും, ഫിസിക്സിൽ നമ്മൾ അറിയേണ്ടത് കഴിഞ്ഞ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് +2 ടെക്സ്റ്റ് ബുക്കിനാണ്. +1 വെയിറ്റേജ് റിലേറ്റീവ്ലി കുറവാണ്. റിലേറ്റീവ്ലി എന്നാട്ടോ പറഞ്ഞത്. +1 എക്സാക്ട്ലി നമുക്ക് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഒരു 40% ക്വസ്റ്റ്യൻസ് +1 എന്ന് ചോദിക്കുമ്പോൾ 60% ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് +2 എന്ന് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 50 ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻസ് വേർ ഫ്രം +2 ഫിസിക്സ്. നമുക്കൊരു 20 ക്വസ്റ്റ്യൻസ് ആണ് എവിടെ നിന്നുണ്ടായിരുന്നത്, +1 നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതെന്താ, നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ഇല്ല, നമുക്ക് 45 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പോൾ 45 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 27 ഫ്രം +2 ആൻഡ് 18 ഫ്രം +1 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഏത് ബുക്ക്, 4 NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മളെ കയ്യിലുണ്ട് അല്ലേ? +1 പാർട്ട് 1 പാർട്ട് 2, +2 പാർട്ട് 1 പാർട്ട് 2. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് +2 പാർട്ട് 1. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിസം അടങ്ങിയ ബുക്കാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, അതുപോലെ ദ എൻറ്റയർ മാഗ്നറ്റിസം, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് വെച്ചാൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, അതുപോലെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, അതുപോലെ ഒപ്റ്റിക്സ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മിനിമം ഒരു 5 ക്വസ്റ്റ്യൻസ് വീതമാണ് മുമ്പ് നമ്മളോട് ചോദിച്ചിരുന്നത്. മുമ്പ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് 50 ക്വസ്റ്റ്യൻസ് ഉള്ള സമയത്തുള്ള. അപ്പോൾ വലിയ കുറവില്ലാതെ നമുക്ക് ഇത്തവണയും നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഗംഭീരമായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.